ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് ഒരു പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. അത്രയ്ക്ക് അപാര ടേസ്റ്റാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് കാരമലാണ്. കാരമൽ ഉണ്ടാകും പലർക്കും മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ കട്ട് ചെയ്യാതെ കാണണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് ചൂടുവെള്ളവുമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വെക്കണം. അടി കരിഞ്ഞു പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലായിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. കളറൊന്നിങ്ങനെ ചേഞ്ചായി വരുന്നത് കണ്ടാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ തീ കൂട്ടി കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ലോ ഫ്ലെയിമിൽ നന്നായി ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഓവറായി മിക്സ് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ കാരമൽ ശരിയായിട്ട് വരില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ ഷുഗറെല്ലാം മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഓരോ സ്റ്റെപ്പ് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഷുഗറെല്ലാം മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മാറി നിൽക്കണം, കാരണം മേത്തേക്ക് തെറിക്കും. ചിലപ്പോൾ കട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പൊടിക്കുന്ന ജാറിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം. ഒരു ചെറിയ കഷ്ണം പട്ട, വളരെ ചെറിയ പീസ് ജാതിക്ക, ഇനി 6 ഗ്രാമ്പു, 4 ഏലക്ക എന്നിവ ഇട്ട് നന്നായി ഫൈൻ പൗഡറാക്കി എടുക്കണം. തരികളൊന്നും പാടില്ല, ഫൈൻ പൗഡറാക്കി എടുക്കണം. ഞാൻ പൗഡറാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 കപ്പ് അളന്നെടുക്കണം. നിങ്ങൾ എന്തിനാണോ അളന്നെടുക്കുന്നത് അതിൽ വേണം എല്ലാം മെഷർ ചെയ്യാൻ. ഞാൻ ഇവിടെ മെഷറിംഗ് കപ്പിലാണ് അളന്നെടുക്കുന്നത്. 1 കപ്പ് അളന്നെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് കാരമൽ ആക്കി വെച്ച ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ചൂടാറിയിരിക്കണം. ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ഷുഗർ പൗഡർ മാറ്റി വെച്ചില്ലേ, സ്പൈസൊക്കെ പൊടിച്ചിട്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നും ഇതിലേക്ക് ഉപയോഗിക്കരുത്, വെജിറ്റബിൾ ഓയിൽ തന്നെ ഉപയോഗിക്കണം. ഒരു വിസ്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് റൈസിൻസും ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്രഷ് ചെയ്തിട്ടാണ്.
അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അത് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്, കാരണം ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. നന്നായി കമ്പൈൻ ചെയ്യണം. നമുക്കൊന്ന് മാറ്റി വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുക എന്തിനെന്നാൽ നമ്മുടെ കേക്ക് വളരെയധികം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ടേസ്റ്റിയും ആവും അരിച്ചെടുത്താൽ. ഇനി ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1.5 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തതാണ്. അളക്കുമ്പോൾ കറക്റ്റാവും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിൽ എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം, അത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കാരമൽ ചെയ്തെടുത്ത മിക്സിലേക്ക് അത് കുറച്ച് ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുത്ത് കമ്പൈൻ ചെയ്യാം. കുറച്ചായി ഇട്ട് കമ്പൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഓവർ മിക്സായി പോവും. ഇനി കേക്ക് ഉണ്ടാക്കി പരിചയമുള്ളവരാണെങ്കിൽ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഓവർ മിക്സ് ആവരുത്. ഓവർ മിക്സ് ആയാൽ കേക്കിൻ്റെ മുകൾ ഭാഗം ക്രാക്കായി പോവും. അപ്പോൾ കേക്ക് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, ആ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളൊന്ന് യോജിപ്പിച്ചെടുക്കാം. അധികമായി മിക്സ് ചെയ്യരുത്, ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് മിൽക്ക് ചേർക്കേണ്ടതുണ്ട്. 1/2 കപ്പ് മിൽക്ക് ഞാനിവിടെ ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കപ്പാണ്. ആവശ്യമെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ 1/2 കപ്പേ ചേർക്കുന്നുള്ളൂ. ബാക്കിയൊന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ചേർത്തിട്ടും നിങ്ങൾ അധികമായൊന്ന് മിക്സ് ചെയ്യരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പാൽ ചേർക്കാൻ വീഡിയോ എടുത്തു എന്ന് വിചാരിച്ച്, പക്ഷേ ഇതിൽ പെട്ടിട്ടില്ല, അതുകൊണ്ട് സോറി. ഇനി ഒരു തവി വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചോ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്, അല്ലാതെ കേക്ക് ടിന്നിലൊന്നുമല്ല. കേക്ക് ടിൻ എല്ലാവരുടെ കൈവശവും അവൈലബിൾ അല്ല. അത് കാരണം പലരും കേക്ക് ഉണ്ടാക്കാൻ മടിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തെ വിസിൽ മാറ്റണം, വാഷർ മാറ്റേണ്ടതില്ല. എല്ലായിടത്തും കുക്കർ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നത്. പല വീട്ടമ്മമാരും കേക്ക് ടിന്നില്ല, അതുകൊണ്ടാണ് കേക്ക് ഉണ്ടാക്കാത്തത്, അതൊക്കെ പരാതി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നത്. കുക്കറൊന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് അതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ ഒന്നും കൂടി ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചേർക്കണം, എന്നാൽ വേഗം നമ്മുടെ കേക്ക് കുക്കറിൽ നിന്നും വിട്ട് കിട്ടും. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ അത്രയ്ക്ക് തിക്കൊന്നുമല്ല, അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഒഴിച്ചു കൊടുക്കാം. എന്നാൽ അത്രയ്ക്ക് ലൂസുമല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കേക്ക് ബാറ്റർ.
നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം തിക്കാണോ അതോ ലൂസാണോ എന്ന്. ഇപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യുന്നത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കേക്ക് ബേക്കായാൽ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഹോള് പോലെ കാണാം, ചെറിയ ചെറിയ ഹോൾ പോലെ. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മതി. ഇതിലേക്ക് ഡെക്കറേഷനായിട്ട് ഞാൻ ചെറിയാണ് ഉപയോഗിക്കുന്നത്. ചെറിയൊക്കെ എല്ലാ ഭാഗത്തിട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് മാറ്റി വെച്ച കാഷ്യൂ ക്രഷ് ചെയ്ത് ഒന്നിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് റൈസിൻസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ അത് ചേർത്താൽ മതി. ഇനി വാൽനട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കാം. ഇനി കുക്കറൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനു മുമ്പ് കുക്കർ നേരിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെക്കരുത്, കാരണം അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ കേക്ക് ഒരു കരിഞ്ഞ ചുവ ഉണ്ടാകും. അതുകൊണ്ട് ഒരു തട്ട് വെച്ചോ അല്ലെങ്കിൽ പഴയ പാന് വെച്ചോ വേണം ഒന്ന് അതിൻ്റെ കുക്കറിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അരമണിക്കൂർ മുന്നേ ഒന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ബേക്കായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 45 മിനിറ്റ് ആക്കി. ഇപ്പോൾ നമുക്ക് ഇത് ബേക്ക് ആയിക്കണമെന്ന് നോക്കാം. ഒരു സ്ക്വയർ വെച്ചോ ടൂത്ത് പിക്ക് വെച്ചോ ഒന്ന് കുത്തി നോക്കിയാൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല, നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. കുക്കറിൽ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമുക്കത് കത്തി വെച്ച് വിടിയിച്ച് വേറൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. ഇനിയിപ്പോൾ കേക്കിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ ഭയങ്കര രസമുണ്ട്. കാണാൻ മാത്രമൊന്നുമില്ല, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. വളരെ സോഫ്റ്റാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം സോഫ്റ്റാണെന്ന്. ടാപ്പ് ചെയ്തത് കാരണം ഉള്ളിൽ ഹോൾസ് ഒന്നുമില്ല, വളരെ സോഫ്റ്റാണ്. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റിയും ഉണ്ടാക്കാനും എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പോൾ കേക്കൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അവർക്ക് പോലും ഇഷ്ടമാകുന്ന ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ പ്ലം കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് എനിക്ക് കമൻറ്റ് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക് യു.